ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്നത്തെ സാമ്പാറിൽ നമ്മൾ ആകെ ചേർക്കുന്നത് സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. അപ്പോൾ സാമ്പാർ പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് സാമ്പാറിലേക്ക് എന്തൊക്കെ വേണമെന്ന് കാണാം. ഞാനിവിടെ ഒരു 1.5 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 മീഡിയം സൈസ് ഉള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് 2 ചെറിയ സവാളയാണ്. തിക്കായിട്ട് അരിയാൻ കാരണം തിന്നായിട്ട് അരിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞു പോയിട്ട് ഒരു മധുരമുള്ള ടേസ്റ്റ് സാമ്പാറിന് വരും. അതുകൊണ്ടാണ്. പിന്നെ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു നെല്ലിക്കയുടെ അത്ര വലിപ്പമുള്ള പുളി എടുത്ത് സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് അലിയും. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്ത് വെച്ച പുളിവെള്ളമാണ്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പരിപ്പെടുത്ത് കുക്കറിലേക്ക് ഇടാം. അപ്പോൾ നമ്മൾ 1/2 കപ്പ് പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള തിക്കായിട്ട് തന്നെ അരിയുക. തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് അരിഞ്ഞു പോവും. അപ്പം ഭയങ്കര ഒരു മധുരൻ ആയിട്ടുള്ള ടേസ്റ്റ് വന്ന് നമ്മുടെ സാമ്പാർ കുളമാവും. ഇനി നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കായം ഇട്ട് കൊടുക്കാം. നമ്മുടെ സാമ്പാർ പൊടികളിലൊക്കെ ഓൾറെഡി കായമുണ്ടെങ്കിലും നമുക്കൊരു എക്സ്ട്രാ കായം ചേർത്ത് കൊടുക്കാം. കുറച്ച് ടേസ്റ്റ് കൂടും. അപ്പം ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. ഒരു വിസിൽ എന്താ അടുപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കായി വരാതിരിക്കാനാണ് കേട്ടോ. ഇനി നമുക്ക് സാമ്പാർ പൊടി എടുക്കാം. ഇതൊരു 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ സാമ്പാർ പൊടി ഡയറക്റ്റ്ലി നമ്മുടെ വെജിറ്റബിൾസിലേക്ക് ഇട്ടാൽ അത് കട്ട കെട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇങ്ങനെ സാമ്പാർ പൊടി എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടത് നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ആ വെള്ളവും സാമ്പാർ പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇത് വേണം, അതായത് ഈ മിക്സ് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നമ്മുടെ സാമ്പാറിലെ കഷ്ണങ്ങളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് നമ്മുടെ പ്രഷർ പോകുന്ന നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. തുറന്നു നോക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം തക്കാളിയും ഒക്കെ ഒന്ന് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് വെച്ച സാമ്പാർ പൊടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാമ്പാർ പൊടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അടിയിൽ കുറച്ച് ഇതുപോലെ ഉണ്ടാവും. അത് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായി ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളൊരു 4-5 വെളുത്തുള്ളി എടുത്ത് ചതച്ചിട്ട് അതും കൂടി ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി സാമ്പാറിന് നമുക്കൊരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് വെണ്ടക്ക. പിന്നെ നമുക്ക് വെണ്ടക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവസാനം ആകുമ്പോഴത്തേക്കും വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ഉപ്പ്. ഞാനിവിടെ 2 ടീസ്പൂൺ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കല്ലുപ്പോ പൊടിയുപ്പോ ഏതുപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2 ടീസ്പൂൺ കല്ലുപ്പാണെങ്കിലും പൊടിയുപ്പാണെങ്കിലും 2 ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്താലേ എല്ലാം എല്ലാ ഭാഗത്തും എത്തുള്ളൂ. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ സാമ്പാർ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊരു പിടി കറിവേപ്പില എടുത്തിട്ട് ആ സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ എന്താ ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആ കറിവേപ്പിലേൻ്റെ ടേസ്റ്റ് എല്ലാം ആ സാമ്പാറിലേക്ക് വരണമെങ്കിൽ ആ ഒരു തിളച്ച് വരുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. നമ്മുടെ സാമ്പാറൊക്കെ നന്നായി തിളച്ച് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ വെന്ത് നല്ലതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സാമ്പാറിൽ വിറവിടാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഉലുവയും കടുകുമാണ്. ഉലുവ ഒറ്റയ്ക്ക് ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഉലുവയും കടുകും കൂടി ഒരുമിച്ചിടുന്നത്. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഉലുവ അതിൻ്റെ പാകത്തിനായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിനി ഇതൊരു 4-5 ചെറിയുള്ളി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചെറിയുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയുള്ളി നമുക്കിനി ഒരു ബ്രൗൺ കളറായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയുള്ളി കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചെറിയുള്ളി ബ്രൗൺ കളറായി വരും. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇതേ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇത് ഓപ്ഷണലാണ്, വറ്റൽമുളക് ഇത് എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചേർക്കാവുന്നതാണ്. ഈ ചെറിയുള്ളി ബ്രൗൺ കളറായി വരുന്ന സമയത്താണ് നമ്മൾ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാൻ. ഇത് ജസ്റ്റ് ഒന്ന് ആ എണ്ണയുടെയും ചെറിയുള്ളിയുടെയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിനി സാമ്പാറിലേക്ക് വറവിടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ സാമ്പാറിലേക്ക് വറവിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാണ്. അടിപൊളിയായിട്ട് ഇത്ര സിമ്പിളായിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എന്തിൻ്റെ കൂടെയും ഈ സാമ്പാർ കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.